കോഴിക്കോട് ഫറോക്കിൽ 15-കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ കുറ്റാരോപിതരായ കുട്ടികളെ ഇന്ന് ഹാജരാക്കണം. ഇവരെ ശിശുക്ഷേമ സമിതി മുൻപാകെ ഹാജരാക്കാൻ പോലീസ് രക്ഷിതാക്കൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. 15-കാരിയെ പീഡിപ്പിച്ച് അത് മൊബൈലിൽ പകർത്തിയതായും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അതുല്യ. ഏറ്റവും ദയനീയമായൊരു സംഭവമാണ് നടന്നിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരാഴ്ച മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. കോഴിക്കോട് ഫറോക്കിൽ നല്ലളം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള 15-കാരിയാണ് ലൈംഗിക പീഡനത്തിന് ഇരയാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സഹപ്രായക്കാരായ 2 കുട്ടികൾ, 15 വയസ്സ് തന്നെയുള്ള 2 കുട്ടികൾ ചേർന്ന് ഈ പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. ഇവരിൽ ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ കൂടിയാണ് ഇവരെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടിയെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് പെൺകുട്ടി അപ്രതീക്ഷിതമായി പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ മറ്റൊരു വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പേർ ചേർന്ന് പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന ഈ രംഗം 11 വയസ്സുള്ള മറ്റൊരു കുട്ടി മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ തീർത്തും ഒരു നമ്മുടെ കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പോലും, എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് പോലും ചോദിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു വേദനാജനകമായൊരു സംഭവമാണ് ഫറോക്കിലെ നല്ലളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 15-കാരിക്ക് നേരിടേണ്ടി വന്നത്. തുടർന്ന് ഈ പെൺകുട്ടിയുടെ ബഹളം കേട്ട് ആണ് സമീപത്തുള്ള നാട്ടുകാരാണ് ഈ വിവരം അറിയുന്നത്. സമീപവാസികളാണ് ഈ വിവരം ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് അത് വീട്ടുകാരോട് അറിയിക്കുകയും പെൺകുട്ടി കൗൺസിലിങ്ങിനിടെ കാര്യങ്ങൾ തുറന്നു പറയുകയുമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫറോക്ക് ACP ഇത് കേസ് രജിസ്റ്റർ ചെയ്യാൻ നല്ലളം പോലീസിന് നിർദ്ദേശം നൽകുകയും നല്ലളം പോലീസ് ഇക്കാര്യത്തിൽ കേസെടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ കുട്ടികളുടെ, കുറ്റാരോപിതരായിട്ടുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഇവരെ ഇന്ന് CWC മുൻപാകെ, ശിശുക്ഷേമ സമിതി മുൻപാകെ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. ഇന്ന് 10 മണി കഴിഞ്ഞായിരിക്കും ഇവരെ ഈ CWC മുൻപാകെ ഹാജരാക്കുക. വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിലായിരിക്കും ഈ കുട്ടികളെ ഹാജരാക്കുക. അതിനുശേഷമായിരിക്കും ഇവർക്കെതിരെയുള്ള തുടർ നടപടികൾ ശിശുക്ഷേമ സമിതി തീരുമാനിക്കുക. ഒരുപക്ഷെ സമീപകാലത്ത് കേട്ട ഏറ്റവും വേദനാജനകമായൊരു സംഭവമാണ് ഈ 15-കാരിക്ക് നേരെ നടന്ന പീഡനം എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതിൽ ഒരു തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് CWCയും പോലീസും. അതുല്യ.